ഇന്ന് ശുശ്രൂഷിക്കുന്നത് മെർലിനും ബിനുവാണ്. അവരെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളാണ്. We so glad and excited that you are here in our midst. Hallelujah. മെർലിൻ ഞങ്ങളുടെ ഒരു ആത്മീയ മകളാണ്, ഈ സഭയുടെ ഒരു മകളാണ്. മെർലിൻ അല്പസമയം സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ദൈവം മെർലിനെ കർത്താവിലേക്ക് കൊണ്ടുവന്നതും രക്ഷിക്കപ്പെട്ടതും, എങ്ങനെ ദൈവസഭയിലേക്ക് ദൈവം കൊണ്ടുവന്നു, എങ്ങനെ ഇവിടെ വളർന്നു. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ജോയ് സഭയിൽ വന്ന് അങ്ങ് ഇവിടെ ഒതുങ്ങിക്കൂടുവാനല്ല, പക്ഷെ ഒരു ശുശ്രൂഷികയായി വന്ന ആ സമയം തന്നെ ഈ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്, ഒരു പ്രൊഫറ്റിക് ഡിമെൻഷൻ. താൻ കാണുന്ന സ്വപ്നങ്ങൾ, താൻ കാണുന്ന ദർശനങ്ങൾ, അത് സാധാരണയിൽ ഉപരിയായ ഒരു റലത്തിന്റെ ഡയമെൻഷൻസ് ആണെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി വേദികൾ ഒരുക്കി കൊടുക്കുകയും അതെല്ലാം കർത്താവ് ഇടയാക്കി. God has called you, God has chosen you. There is an assignment of your life. You're not to be limited by your work and just settle down. ബിനുവിനോട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ബിനുവിനോടുള്ള കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുവാൻ ബിനുവിനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ബിനു, മെർലിൻ is a woman of God and she has been called for the nations. She has a great call. അതുകൊണ്ട് മെർലിനെ വിവാഹം കഴിക്കുന്ന ആരാണെങ്കിലും ദൈവത്തിന്റെ വിളി മനസ്സിലാക്കുന്ന, that's our one major condition. Praise God. And now we're so glad for Binu. Binu is a man of God. Middle East Revival Church ശുശ്രൂഷക നിരയിൽ this young man also serves God. അവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ സംസാരിക്കുന്നു. He's a revivalist. He's a man who's passionate for God. And I talk to them നന്ദി പറയാം. സ്തോത്രം. So this is a young couple. സ്തോത്രം. Binu Heavenly Feast Middle East Revival Churchന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. And Merlin ALFCയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. And God has united them together in the holy covenant of marriage. Praise God. Amen. Now over to Merlin. Today she's going to testify. And സാക്ഷ്യം പറയും. അപ്പോൾ തന്നെ prophetic ആയിട്ടുള്ള രീതിയിൽ താൻ minister ചെയ്യും. And this is our heart, the father and mother's heart, to see our children serve God. നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയേക്കാൾ, നിങ്ങൾ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തിനേക്കാൾ, our heart desires that you take up the word of God. ദൈവത്തിന്റെ സാക്ഷിയായി, അൺഅപ്പോളജറ്റിക്കായി, യേശുവിന്റെ ഒരു സാക്ഷിയായി കർത്താവിനെ ഉയർത്തുന്ന അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ വളർന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കരങ്ങളൊന്ന് അടിച്ച് we just want to welcome you, Merlin. Come. Praise God. Hallelujah. വളരെ നാളുകൾക്ക് ശേഷം എൻ്റെ സ്വന്തം ALFC കുടുംബത്തോട് ചേർന്ന് കർത്താവിനെ വർഷിപ്പ് ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അവസരം തന്ന അവിടുത്തെ സീനിയർ പാസ്റ്റേഴ്സും അതുപോലെ തന്നെ എൻ്റെ സ്പിരിച്വൽ പേരൻസുമായിരിക്കുന്ന പാസ്റ്റേഴ്സും അവരോടുള്ള നന്ദി ദൈവത്തിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ലീഡേഴ്സ്, ചെറു പാസ്റ്റർ, മറ്റ് പ്രെയർ വാരിയേഴ്സ്, എൻ്റെ മാരേജിൻ്റെ സമയത്തും എനിക്ക് ഗൈഡൻസ്, കൗൺസിൽസ്, അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും സപ്പോർട്ട് തന്ന ഇവർക്ക് എല്ലാവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ആരുടെയും പേര് പറയുന്നില്ല, അതെ ദൈവത്തിൻ്റെ നാമത്തിലുള്ള നന്ദി. അപ്പോൾ എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അത് പറയുവാണെങ്കിൽ കുറേ ഉണ്ട്, ജസ്റ്റ് ചുരുക്കി ഒന്ന് പറയാം. ഞാനൊരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ CMC വെല്ലൂർ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഞാൻ ട്രഡീഷൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുകയായിരുന്നു. വിഷൻസ്, ഡ്രീംസ്, അതിൽ കൂടെ എല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന, നമ്മളറിയാത്തൊരു മേഖലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചില സ്പിരിച്വൽ റെൽത്തിലെ വാർഫെയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ദൈവം കാണിക്കാൻ തുടങ്ങി. അതിൽ നിന്നും പതുക്കെ പതുക്കെ ദൈവം പഠിപ്പിച്ച്, പല കാര്യങ്ങളും അറിയത്തില്ല ആദ്യത്തെ സമയം, കണ്ടത് എന്താണ്, അങ്ങനെയൊന്നും അറിയാത്തൊരു സമയത്ത് പക്ഷെ കർത്താവിനോട് കൂടെ ഇരിക്കുവാനും കർത്താവിനോട് ഭയങ്കര ഒരു ദാഹം, അങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് കർത്താവ് കൊണ്ടുപോയി. ജോലിയോട് കൂടെ തന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കണം, എവിടുന്നാണത്, എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹെൽപ്പ് ചെയ്തത് സീക്രട്ട് പ്ലേസിൽ ഇരിക്കുന്നത്. അവിടെ വെച്ചാണ് ദൈവം പല കാര്യങ്ങളും പഠിപ്പിച്ചത്. ആ സമയത്തൊന്നും ആക്റ്റീവായിട്ടൊരു ചേർച്ചിൻ്റെ ഭാഗമല്ലായിരുന്നു. 2017 ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ഹെവൻസ് മീറ്റിങ്ങുമായി ഭാഗമായിട്ട് ഞാൻ ഇവിടെ വരുന്നത്. അവിടെ വന്നപ്പോൾ തന്നെ ചേർച്ച് ഇസ് എ ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് കിട്ടുന്നത് അവിടെ നിന്ന്. നമ്മുടെ സ്പിരിറ്റ് ഇവിടവുമായിട്ടങ്ങ് കണക്റ്റ് ആയതുപോലെ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം പല മീറ്റിങ്സുകളിലും തുടരെ വരുവാനും, അങ്ങനെ പാസ്റ്റേഴ്സുമായിട്ട്, പാസ്റ്റർ അജിത്, പാസ്റ്റർ സുമ, അവരുമായിട്ട് വെറും ഒരു പാസ്റ്റർ ലെവലിന് അപ്പുറമായൊരു ബന്ധത്തിലേക്ക്, ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് കയറുവാൻ കർത്താവ് ഇടയാക്കി.
ദൈവം തന്നെ ലീഡ് ചെയ്തു. അത് ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഒരു സ്വന്തമായിട്ട് കുടുംബത്തിൽ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ദൈവത്തിന് സാക്ഷി നിലനിൽക്കുമ്പോൾ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ബന്ധൻ ഇവരുമായി ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ നടക്കുകയും പിന്നെയുള്ള കാര്യങ്ങൾ ഞാനൊരു സ്പിരിച്വൽ അംബ്രലയുടെ അകത്ത് വന്നു. ഐ ബിലോങ് ടു എ ചർച്ച്, ഐ ബിലോങ് ടു എ ഫാമിലി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരികയും ബാക്കി കാര്യങ്ങൾ മാരേജ് റിലേറ്റഡും എല്ലാം തുറന്നു വരികയും എല്ലാം അങ്ങനെയാണ് ചെയ്തത്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഡെയിലി ദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ഓൾട്ടർ എന്നും കത്തുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വചനം ഞാൻ പറയാം. സാംസ് 144:1. Blessed be the Lord my rock, who trains my hands for war and my fingers for battle. എൻ്റെ പാറയാകുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവൻ എൻ്റെ കൈകളെ യുദ്ധത്തിനു വേണ്ടിയും വിരലുകളെ പോരിനായും അഭ്യസിപ്പിക്കുന്നു. കർത്താവ് എന്നെ കാണിച്ച ഒരു കാഴ്ച, ചർച്ചിൻ്റെ മുന്നിൽ ആൾക്കാരുടെ മുന്നിൽ തന്നെ നിറയെ ആയുധങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഓരോ ആയുധത്തിൻ്റെയും ഷേപ്പ് വളരെ ഡിഫറെൻ്റാണ്, ഒന്നുപോലെയല്ല വേറെ അത് വെച്ചിരിക്കുന്നു. വീണ്ടും ഈ വചനത്തിൽ ദാവീദ് അക്നോളജ് ചെയ്യാൻ, ദാവീദ് അനുഭവിച്ച ലൈഫിൻ്റെ ഓരോ ഹിൻഡ്രൻസസിലും ദൈവമാണ് ട്രെയിൻ ചെയ്തതെന്ന് അവിടെ ക്ലിയർ ആയിട്ട് ഡേവിഡ് പറയുന്നു. നെക്സ്റ്റ് കാഴ്ച ഞാൻ കണ്ടത് ചർച്ചിൽ മുട്ടുകുത്തി ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് പോലെ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ബേർഡൻ സ്വന്തം ബേർഡനായി കരുതി ദേശത്തിൻ്റെ ഉണർവിനും രാജ്യത്തിൻ്റെ ഉണർവിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒരു സ്നേഹിതൻ വന്ന് ചെവിയിൽ ഓതിത്തരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ ആ ആയുധമെടുത്ത് പോകുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അയിനോ ഇവിടെ ഡെയിലിയുള്ള പ്രെയർ ഓൾട്ടറിലും അയിനോ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വളരെ ഡിലിജൻ്റായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഉള്ളതെന്ന് എനിക്കറിയാം. കർത്താവ് വീണ്ടും ചില പവർഫുൾ സ്ട്രാറ്റജീസ് പറഞ്ഞ് നമ്മൾ ആസ് എ ചർച്ച് വി നീഡ് ടു പൊസസ് മെനി തിങ്സ്. ചില എനിമീസിൻ്റെ ഗേറ്റ്സിനെ പൊസസ് ചെയ്യുവാനായിട്ട് ദൈവം സ്ട്രാറ്റജീസ് തരികയും അവിടെ അയക്കുകയും ചെയ്യും. വെറുതെ അല്ല, ഇക്വിപ്ഡ് ആയിട്ടാണ് കർത്താവ് അയക്കുന്നത്. ആ ഒരു ലെവലിലോട്ട്, സാധാരണ പ്രെയർ ലെവലിൽ നിന്ന് മുകളിലായിട്ട് ഹയർ പ്രെയർ ലെവലിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ പൊസസ് ചെയ്യുവാൻ ചർച്ചിനെ ദൈവം ഒരുക്കുന്നു. വരും ദിവസങ്ങളിൽ അത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ തന്നെ നമ്മളെ ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Praise God. ആഖരം അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു മെർലിൻ. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ടെസ്റ്റിമണി ഓഫ് ഹൗ ഗോഡ് ലെഡ് യു. ദൈവം മെർലിനെ നടത്തിയ വഴികൾക്കായി വിധങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആൻഡ് ഫോർ ദ പവർഫുൾ പ്രൊഫറ്റിക് വിഷൻ ദൈവം കാണിച്ച ദൈവിക ദർശനത്തെ കൈമാറുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. വി താങ്ക് യു. വി റിസീവ് ദ വേർഡ് ദാറ്റ് ഹാസ് കം ത്രൂ യു. പ്രൈസ് ഗോഡ്.